Hallelujah. Amen. He is for us. Hallelujah. He is for me. Hallelujah. His word is for me. Hallelujah. Amen. So നമ്മൾ അവനെ അറിഞ്ഞ അവൻ്റെ വചനത്തെ അറിഞ്ഞ hallelujah, there is no power that can stop us from victory because he is for me and his word is for me. അപ്പം അവൻ്റെ വചനത്തിനെ എതിർക്കാൻ ആരുമില്ല അല്ലേ? പിശാചിൻ്റെ ശാപവും ആൾക്കാരിൻ്റെ ആലോചന അല്ല. The word of God says അവൻ എനിക്ക് വേണ്ടി ആലോചിക്കുന്നത് നല്ലതാണ്. Hallelujah. ഉത്തമമായിട്ടുള്ളതാണ്, ഉയർച്ചയുടെ ആലോചനയാണ്. Hallelujah. So if I love him and if I love his word, my victory is assured. Hallelujah. Amen. So Luke chapter 11 verse 27 and 28. Luke chapter 11 verse 27 and 28. And it happened, and as he spoke these things, that a certain woman from the crowd raised her voice and said to him, Blessed is the womb that bore you, and the breast which nursed you. But he said, More than that, blessed are those who hear the word of God and keep it. Hallelujah. Amen. So കർത്താവ് ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇന്ന് ഹിസ് ഫിസിക്കൽ പ്രസൻസ് ഇസ് നോട്ട് ദെയർ അല്ലേ? ആൻഡ് ദിസ് ഈസ് എ പ്രോഫസി ഫോർ us ആക്ച്വലി ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ. നമ്മൾ ഈ കാലഘട്ടത്തിലാണ്. We have no physical relationship with him, yet we can confidently say we are more blessed. But I am more blessed. Hallelujah. Amen. So blessing വരുന്നത് അവൻ്റെ വചനത്താലാണ്. പറ, അവൻ്റെ വചനത്താലാണ്. അല്ല, ഇറ്റ് ഈസ് നമ്മൾ ഓർക്കുന്നത് അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വഴിയല്ല അല്ലേ? Sometimes we say closeness to that man of God or ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ദൈവദാസനെ അറിയുമായിരുന്നെങ്കിൽ അല്ലേ? അതല്ല. ബ്ലെസ്സഡ്, മോർ ബ്ലെസ്സഡ് ആർ ദോസ് ഹു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. ആ ദൈവദാസൻ്റെ വായിലിരിക്കുന്ന വചനം. Hallelujah. Amen. That is a thing that is going to be a blessing. Hallelujah. More than that, blessed are those who hear the word of God and keep it. Amen. Hallelujah. So we are blessed because we hear the word of God and keep it. So blessing ne generate ചെയ്യുന്നത് ഇതാണ്. It's not a physical genealogy. It is not I am a Christian or anything. It is our connection with Jesus. നമ്മൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ what happens is അല്ലേ, യേശു പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ആത്മാവ് തരും. So we connect with the Holy Spirit and the Holy Spirit speaks whatever Jesus wants to convey to us. അതിൽ അനുഗ്രഹമുണ്ട്. അവിടെ ഇരുട്ടല്ല, അവിടെ വെളിച്ചമുണ്ട്. അവിടെ അത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. So blessed is a man who hears the word of God, and the second thing, keep it. Para, keep it. That is the most important thing. You have to keep it. Chumma ketecha pora. You have to keep it. Hallelujah. Alla, that is a challenge. You have to keep it. വചനം എല്ലാം ഭൂമിയിൽ വീണ്, പക്ഷേ only few kept it. മനസ്സിലായില്ലേ? Hallelujah. Many are called, few are chosen. Because the word is still active. You have to keep it. You have to keep that thing. അല്ല, ഇപ്പം വേണമെങ്കിൽ എല്ലാവർക്കും ഒരു തൈ തരാം. എല്ലാവർക്കും ഒരു മംഗോസ്റ്റിൻ്റെ ഒരു തൈ തരുവാണെങ്കിൽ അല്ലേ? The one who keeps it properly, അല്ലേ,
അത് ബഡ് ചെയ്തതാണെങ്കിൽ ഒരു 3 കൊല്ലത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളതിന് മര്യാദയ്ക്ക് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതേ കാണത്തില്ല, അല്ലേ? സോ വി ഹാവ് ടു കീപ് ദാറ്റ് വേർഡ്. We have to keep that word. More than that, blessed are those who hear the word of God and keep it. So counsel ഉണ്ട്, ദൈവത്തിൻ്റെ counsel ഉണ്ട്. We have to keep that counsel. ആ വചനം ജീവിക്കുന്ന വചനമാണ്. It is more powerful than the voice of the devil, the voice of our circumstances. അല്ലേ? നമ്മുടെ മുട്ട്, നമ്മുടെ അല്ല ഇതിനൊരു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എനിക്ക് മുട്ടുവേദന ഉണ്ട്, അല്ല മുട്ടുവേദന ഉണ്ട്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് മുട്ടുവേദന ഉണ്ട്. പക്ഷെ വചനം എന്താ പറയുന്നത്? യേശുവിൻ്റെ അടിപ്പിൻറാൽ എനിക്ക് സൗഖ്യം ഉണ്ട്. അല്ലെ, രോഗം ഉണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി നോക്കാം, അല്ലേ? യു സി ആൻറ്റിബയോട്ടിക്സ്, അല്ലേ? യു ഹാവ് ടു keep on taking it for 5 days. You have to keep it. അല്ലേ? നമ്മുടെ ഒരു വീട്ടിൽ പണിയെടുക്കുന്ന ഒരാൾ വന്ന് പുള്ളിക്കാരൻ്റെ കാലിൽ മുറിവ് വന്നപ്പം ഡോക്ടർ കുറേ മരുന്ന് എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു എന്താ പിറ്റേ ദിവസം ചോദിച്ചാൽ മരുന്ന് കഴിക്കുന്നുണ്ടോ? അത് ഞാൻ കഴിച്ച്. എന്താ ഡോക്ടർ 5 ദിവസത്തിന് വേണ്ടി എഴുതിയതാണ്, ഒരു ദിവസത്തിൽ തന്നെ അത് തീർത്ത് പണിക്കാരൻ, അല്ലേ? സോ അതിനൊരു പ്രോസസ്സുണ്ട്, അല്ല, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. യു ഹാവ് ടു കീപ് ദാറ്റ് ഫോർ എ സർട്ടൺ ടൈം. ഒരു രോഗം വന്ന്, രോഗം വലിയ കാര്യമല്ല, അതിനു വേണ്ടിയുള്ള ഒരു വചനം ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, അല്ലേ? ആ മുട്ടുവേദനയ്ക്കുള്ള വചനം അവിടെ തന്നിട്ടുണ്ട്. യു ഹാവ് ടു കീപ് ദാറ്റ്, ബിലീവിങ് ഇറ്റ്, ആൻഡ് ദാറ്റ് വേർഡ് ആസ് ഇറ്റ് ഗ്രോസ് ഇറ്റ് വിൽ swallow up ദാറ്റ്, അല്ലേ? ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്. ആ മരുന്ന് വർക്ക് ചെയ്ത് ഇറ്റ് ഈസ് ബേസിക്കലി swallowing it up, ഇറ്റ് ഈസ് killing it. ഇറ്റ് ഈസ് ദ സെയിം വേ. അത് ആ സമയത്ത്, അല്ലേ, ഇറ്റ് മേ നോട്ട് എൻലാർജ്, it may not reduce at that time, it may increase for a brief time, but if you are consistent in it, we know it works mightily. അല്ലേ? സോ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? your tongue is like a rudder on a big ship. അപ്പോൾ even if you lock that rudder, അല്ലേ, it's a big ship, അല്ലേ, you lock that rudder, what happens? ഷിപ്പ് ഉടനെ തന്നെ തിരിയത്തില്ല. ബിക്കോസ് ഓഫ് ദ വെയിറ്റ്, വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഗോ ഫോർവേഡ്. പിന്നെ അത് സ്ലോ ആവും, പിന്നെ അത് തിരിയാൻ തുടങ്ങും, അല്ലേ? എപ്പോഴും അങ്ങനെയല്ലേ, അല്ലേ? സോ ദർ ഈസ് എ ഫോഴ്സ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഇസ് ദാറ്റ്. ബട്ട് ഇഫ് യു കീപ്പ് ഓൺ അപ്ലൈയിങ് ദാറ്റ് റഡർ, ഇവൻച്വലി, അല്ലെ, നമ്മൾ വള്ളം തുഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലേ? ഇറ്റ് ടേക്സ് സം എനർജി ടു ഗോ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ബട്ട് യു ഹാവ് ടു കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. ഇറ്റ് വിൽ ഗിവ് യു ദ റിസൾട്ട്. സോ ഹി ഹു ഹിയർ ദ വേർഡ് ആൻഡ് കീപ്പ് ഇറ്റ്. നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെ വചനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് തേടി നടക്കണ്ട. ഹല്ലേലൂയ. അല്ല, നമ്മൾ ഓർക്കുന്ന ഈ അഭിഷിക്തന്മാരാരാന്നറിയാമോ? ഇപ്പോഴത്തെ അഭിഷിക്തന്മാരാരാന്നറിയാവോ? സത്യം, വചനം ബേസ്ഡ് അല്ല. ഒരു ദേവദാസൻ പറഞ്ഞ്, ഇന്നലെ രാത്രി എൻ്റെ മുറിയിൽ യേശു വന്നു, അവിടെ സഭ മുട്ടുമടക്കും. കണ്ടിട്ടുണ്ടോ? ഒരു മാലാഖ എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നു. പറ, more blessed. പറ, more blessed. Are those who hear the word of God and who? നമ്മൾ കർത്താവ്, നീ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നീയും വരുന്നില്ല, പോട്ടെ, നിൻ്റെ ഒരു ലോവർ റാങ്കിങ് മാലാഖ പോലെ വന്നില്ല. I may not be spiritual enough. No, keep the word. The word of God is very clear.
more than that, blessed are those who hear the word of God and keep it. You don't have to do anything radical over there. അല്ല, നമാൻ്റെ വിടുതൽ എന്തുണ്ട്? നമാൻ്റെ വിടുതൽ ആ വചനത്തിലുണ്ട്. ആ സിമ്പിൾ വചനമാണ്. He has to keep it. 7 times he have to do that. അവൻ ചെയ്യണം, പ്രവാചകനല്ല. Can you imagine? ഈ പ്രവാചകൻ വരെ പ്രവാചകൻ ഇതാകെ അബദ്ധമായല്ലോ, അതുകൊണ്ട് അവൻ്റെ സെർവൻറ്റിനെ വിട്ടു. ഏറ്റവും ആദ്യം നമ്മുടെ വിടുതൽ നമ്മുടെ അകത്ത് തന്നെ ദൈവം തന്നിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് എ ക്ലോസസ്റ്റ് പ്ലേസ്. നിന്റെ വിടുതൽ ഒരു ദൈവദാസൻ്റെ അടുത്തല്ല. ഫൊഗെറ്റ് അബൌട്ട് ഇറ്റ്. A man of God is only directing you to obedience. Your deliverance is secured by Christ on the cross 2000 years back. ഒരു ദൈവദാസൻ നിന്നെ ആ സ്വരം കേൾപ്പിച്ച് അനുസരിക്കാൻ മാത്രം ചെയ്യിപ്പിക്കാൻ നോക്കുവാണ്, അല്ലെ? ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് ദാറ്റ് മാൻ ഓഫ് ഗോഡ്. ടു ഗെറ്റ് യു കണക്റ്റഡ് വിത്ത് ദാറ്റ് വോയിസ്. We know about that widow who was in debt. Did ആ പ്രോഫിറ്റ് ആണോ എണ്ണ ജനറേറ്റ് ചെയ്തത്? എണ്ണ എവിടെയായിരുന്നു? അവളുടെ വീട്ടിൽ തന്നെ. പക്ഷെ അവൾക്ക് അറിയത്തില്ല. അല്ലേ? And she is trying to get it physically through a certain act. So the man of God says, Ninde veetil or enne undu. Hallelujah. We are anointed. Hallelujah. For the miracles that we are waiting for, we are anointed. ആ എണ്ണ നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. ആ അഭിഷേകം നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. Hallelujah. എൻ്റെ പാപ സ്വഭാവം കുറവുകളുണ്ട്, അതിൻ്റെ മേളിൽ ജയം തരുന്നത് ഉള്ള അഭിഷേകം എൻ്റെ അകത്ത് തന്നെ ഉണ്ട്. I can conquer my lust. I can conquer my anger. I can conquer my sorrow. വചനം പറയുന്നത്, the joy of the Lord is my strength. Hallelujah. Amen. അല്ലേ? So I say 10 times എനിക്ക് സന്തോഷമുണ്ട്. Hallelujah. Amen. When you say it, when you believe it, when you confess it, it becomes a reality. Amen. നിന്റെ മാരേജിനെ അനുഗ്രഹമാക്കുന്നത്. You say that. Don't say the opposite things. The devil will have 10,000 voices. You say what God has asked you to say. ഇരുട്ടിനെ നോക്കി ഇരുട്ടെന്ന് പറയുന്ന ദൈവം അല്ല, ഇരുട്ടിനെ നോക്കി വെളിച്ചം പറഞ്ഞ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അന്തന്നെ കണ്ട് ഹല്ലേലൂയ. ആമേൻ. വെളിച്ചം പറഞ്ഞ ദൈവമാണ്. So the word is there, but we have to keep it. അതിനെ ഫെസിലിറ്റേറ്റ് നമ്മൾ ചെയ്തേച്ചാൽ മതിയാവും, അല്ലേ? അതിൻ്റെ അനുസരിച്ച് ജീവിച്ചേച്ചാൽ മതി നമ്മൾ. So it has been delivered to me. അല്ല, വചനം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. We do not have to travel 10,000 kilometers to get a blessing. അതൊരു ലൊക്കേഷനിലല്ല, അല്ലേ? അല്ല, സോ ഐ വാസ് സീയിങ് എ ഡോക്യുമെൻ്ററി, അല്ലേ? പല വിശ്വാസികൾ ജെറൂസലം കയറി ഈ സ്റ്റേഴ്സിൽ കൂടെ ആയിരിക്കും യേശു നടന്നത്. അപ്പം എവറി ബിലീവർ വാസ് ഫീലിംഗ് ആൻഡ് ദേ വർ ഫീലിംഗ് ദ പ്രസൻസ്, യു നോ. Then what is the difference? We are blessed because the word has been given to us. We are blessed. നമ്മൾ ജെറൂസലമിൽ പോകുന്ന ആവശ്യമില്ല. മേ ബി
ഒരു ഹിസ്റ്റോറിക്കൽ ക്ലാരിഫിക്കേഷന് വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അനുഗ്രഹം അതുകൊണ്ടല്ല വരാൻ പോകുന്നത്. Hallelujah. Those who hear the word and keep it. You have to keep that. You have to keep that spirit. The fruit of the spirit is love. I have it. I have to keep it. Don't allow that fruit to be eaten. അല്ലേ? നമുക്കറിയാം സ്ക്വിരൽ വരും, അല്ലേ, അണ്ണാൻ വരും, എലി വരും, കിളി വരും. അതുണ്ട്, ആ ഫ്രൂട്ട് ഉണ്ട്. അല്ല, അത് കടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അല്ല, ആ ഫ്രൂട്ട് കടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചെയ്യാൻ തുടങ്ങും, ഈച്ച വരാൻ തുടങ്ങും. Now if you eat that fruit you will be sick. മനസ്സിലായില്ല? നിനക്ക് രോഗം പിടിക്കും. Because you did not guard it. Guard love. എൻ്റെ ഒരു മാരേജിലാണെങ്കിൽ you guard that love. Amen. Guard that word. Guard that joy. അല്ലേ? Don't get into an argument. അവിടെ ജോയ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ മറ്റേ മുറി പോവുക. ഡോണ്ട് ഗെറ്റ് ഇൻ ടു, അല്ലേ, ഇപ്പം നമ്മുടെ പല ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. മേ ബി they are not even saved. അവർ ആർഗ്യൂ ചെയ്യുക, നമ്മൾ അതിൻ്റെ മധ്യേ നിൽക്കുക. You will lose your joy. You cannot explain to them certain things. നീ നിൻ്റെ മുറി പോയി പ്രാർത്ഥിക്കുക. Don't lose your joy. Don't lose your peace. ദൈവം തന്നിട്ടുണ്ട് ഒരു സമാധാനം, അല്ലേ? Don't lose your peace. അല്ലേ, പേഴ്സ് എന്താ പറയുന്നത്? അല്ലേ, മാസം ഇത്ര ഉണ്ട്, അല്ലേ? Don't you lose your peace for this paper. The Lord is my shepherd. My Jehovah Jireh is alive. Rest in peace. The supply will come. Hallelujah. Amen. അല്ലേ, 5000 ആൾക്കാരുണ്ട്. ഡോണ്ട് ലൂസ് യുവർ പീസ്. അലോ, അല്ലേ, യേശു എന്താ പറയുന്നത്? ഐ വിൽ നെവർ ലീവ് യു ഓർഫൻസ്. അലൗ ഹിം ടു വർക്ക്. ദൈവമേ, നീ എവിടെയാണ്? നീ ഇല്ലല്ലോ. ദൈവം എൻ്റെ കൈ വിട്ടു എന്ന് പറഞ്ഞാൽ he can only act upon your voice. Allow him to work. In fact, push him by saying that word. Hallelujah. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊരു മുട്ടും ഉണ്ടാകേ ഇല്ല. Hallelujah. Amen. അല്ലേ, അവിടെ യേശു കുറച്ച് റെസ്റ്റ് എടുക്കുമായിരുന്നു. യേശു അത് ചാടി, എൻ്റെ അമ്മോ, എൻ്റെ തന്നെ വചനമാണല്ലോ, ഐ ഹാവ് ടു ഫുൾഫിൽ മൈ വേർഡ്, ഞാനൊന്ന് എഴുന്നേറ്റേക്കാം, അല്ലേ? അല്ലാതെ you facilitate that spirit, you energize that spirit with that same verse. That is a voice that is his voice, alle. So blessed, alle, more than that, blessed are those who hear the word of God and keep it. It is nothing about the womb, nothing about the breasts, alle, nothing about a physical relationship. Can you imagine? അതിൽ വലിയ ഒരു പഠനമുണ്ട്. That's where the source of blessing is there. നമ്മൾ ഫ്ലെഷിനെ തേടി പോവുകയാണ്, മെറ്റീരിയലിനെ നോക്കി പോവുകയാണ്. Where do you have to push your children to? If you want a blessed future for your children. അല്ലേ, ഞാൻ ചിലപ്പോൾ ജ്യോതം, ഞാനറിയാം, he is quite passionate about his studies. ഞാൻ പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുന്ന തന്നെ പുസ്തകമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, no, give at least half an hour, one and a pray, break this thing. It is hard work, may bring you success, but നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങൾ മിസ് ചെയ്താൽ it is not lasting. Even if you become a doctor, even if you become an engineer, even if you have a high position, you cannot miss the spiritual. You cannot miss the word of God over there. Blessing അവിടെയാണ്, അല്ലേ?
More than that, blessed are those who hear the word of God and keep it. അതിന് ഫ്യൂച്ചറിന് വേണ്ടി ഒരു വചനമുണ്ട്, കീപ്പ് ഇറ്റ് ആൻഡ് അല്ലേ അത് വാക്ക് അക്കോർഡിംഗ് ടു ദാറ്റ്, കീപ്പ് ഇറ്റ്. ലവ് ജീസസ്. ഒരു ഡയറക്ഷൻ വേണമെങ്കിൽ ലവ് ജീസസ്, കീപ്പ് ഒബേയിങ് ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. അല്ല, ആ വേർഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഡയറക്ഷൻ, ഡെയിലി ഡയറക്ഷൻ ദൈവം നിനക്ക് തരും. യോസഫിന് യോസഫിന് ഒരു ഡ്രീം കൊടുത്തു, പക്ഷെ അതിൻ്റെ വഴികളാണെങ്കിൽ എന്നാ യു ഹാവ് ടു ബി ഡെയിലി ഡിവോട്ടഡ് ടു ദാറ്റ് വേർഡ്. അഡീഷണൽ ഡയറക്ഷൻ കിട്ടും അല്ലേ. അപ്പം ഹീ ഈസ് ദെയർ ആൻഡ് ഹീ സീസ് പോത്തിഫേഴ്സ് വൈഫ്, നത്തിങ് റോങ്, ഹീ ഈസ് നോട്ട് മാരിഡ്, എവറിഥിങ് ഈസ് ഓക്കെ, നോ വൺ ഈസ് സീയിങ് everything, but there is a communication going on. Do you know his flesh wanted that? Can you imagine? He's in a prison, no pleasure, nothing is there. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവിടെ. അപ്പം അവിടെ ഹോളി, ഇഫ് യു ഡു ദാറ്റ് യു മേ നോട്ട് റീച്ച് ദെയർ. മനസ്സിലായില്ലേ? ഹോളി ലിവിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഹി റാൻ അവേ. He satisfied the spirit. So when we are keeping that word, additional revelation, adine fulfill cheyanayittulla oru revelation devam tharum. I know my marriage is blessed, but how do I do it? I have to keep that word. Dhanya has to keep that word. Renduver undengil it is more easy. അല്ലേ? ബട്ട് വി ഹാവ് ടു കീപ്പ് ഇറ്റ്. അല്ലേ? എൻ്റെ ഫ്ലഷിന് പല ഈ കുറവുണ്ട്, ആ കുറവുണ്ട്. ഞാനൊരു 100 അല്ലേ 2 ഇഞ്ച് കൂടുതലാണ് വേസ്റ്റിൽ ആണെങ്കിൽ എനിക്ക് പറയാം നോ ബട്ട് ഗോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. അല്ലേ? എനിക്ക് വേണമെങ്കിൽ എന്നെക്കുറിച്ച് 1000 പറയാം കേട്ടോ. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മാറ്റർ. ദ വേർഡ് ഓഫ് ഗോഡ് പ്രിവെയിൽസ് ഓവർ ദാറ്റ്. The word of God prevails over that. Love, it is not easy to maintain that love, but Jesus, because Jesus said so, I will walk in love. Amen. So it is a battle of words. Who hear the word, and the thing is, God has secured us, anchored us upon His word. എല്ലാം ശത്രുക്കളുടെ മീതെ അവൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം ശത്രുക്കളുടെ മീതെ അവൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ആ വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ തോപ്പിക്കുന്ന വിധികളും ദൈവം പറഞ്ഞു തരും. എന്നാൽ എവറി ബാറ്റിൽ വാസ് ഡിഫറെൻറ്റ് ഫോർ ദ ഇസ്രായേലൈറ്റ്സ്. എവറി ബാറ്റിൽ വാസ് ഡിഫറെൻറ്റ്. ദ സ്ട്രാറ്റജി വാസ് ഡിഫറെൻറ്റ്. ഒരു രീതിയിലല്ല അവർ. That's why you need to have an active relationship with the Holy Spirit. അല്ല, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്ന് പത്രോസിൻ്റെ മീന് തീർന്നു പോയി, എവിടെയും കിട്ടാനില്ല. അപ്പം ഞാനൊരു വള്ളം എടുത്ത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, put your net on the right side. അല്ലേ? I can say the scripture is lying. You know, in fact, it is more so connected with the Yeshuviന്റെ അടിപ്പിനാൽ സൗഖ്യമുണ്ട്. You are meditating that. You are meditating. Let me tell you, there will be an additional revelation. There will be an additional revelation. ചെറിയ ചെറിയ മാറ്റങ്ങൾ ദൈവം പറയും. ചെറിയ ചെറിയ സൂത്രങ്ങൾ ദൈവം പറയും. എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് സില്ലി ദാറ്റ് എ ഡോക്ടർ വോണ്ട് എഗ്രി. ഫൂളിഷ് ആയിരിക്കും അത്. അല്ലേ? Put water into the jars. It will be so that medical science will not agree, everything. But you know it is from the Holy Spirit. I'll do it, and you will see a radical change in your health. So the Holy Spirit will communicate to you. അല്ലേ? രക്തപ്രവാഹമുള്ള സ്ത്രീ, ഡോക്ടർ എന്ന് പറഞ്ഞത് റെസ്റ്റ് എടുക്കണം.
വീട് വിട്ട് പോകലും എല്ലാം അതിന് വിരുദ്ധമായേ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാം, എവറിത്തിങ് ഈസ് അഗെയിൻസ്റ്റ് ഇറ്റ്. സോ വെൻ ദ വേർഡ് ഓഫ് ഗോഡ് ഡയറക്ട്സ് യു, it will be in a mysterious way, but you will have that confidence in it. You will have that confidence. More than that, blessed are those who hear the word of God and keep it. Hallelujah. അല്ലേ? സോ ദൈവം തന്നിട്ടുണ്ട്. ഹാലലൂയ. വേർഡ് ഓഫ് ഗോഡ് തന്നിട്ടുണ്ട്. പ്രാർത്ഥനയെ കുറിച്ചുള്ള വചനമുണ്ട്. ഹാലലൂയ. ആമേൻ. You keep on praying, you will keep on praying, you will get that additional revelation. Hallelujah. Amen. നമ്മൾ എപ്പോഴും ഫെയ്ത്തിൽ നിൽക്കണം. With God all things are possible. It will push you. So there is no limit over there. Delaysന്റെ മേളിൽ ഒരു വചനമുണ്ട്. You know, the devil can tire you by showing delays. ഡിലേസിൻ്റെ മേളിലുള്ള വചനമുണ്ട്. ബട്ട് യു ഹാവ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. മോർ ദാൻ ദാറ്റ്, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് കീപ് ഇറ്റ്. വേർഡ് ദൈവം തന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പറ വേർഡ് ഓഫ് ഗോഡ്. അല്ല, ഒരു പ്രവാചകൻ അല്ല, ഇപ്പം വലിയ കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അല്ലേ? ഒരു പ്രവാചകൻ വന്നു വല്ലതും പറഞ്ഞ്, വാട്ട് ഇഫ് പ്രോഫിറ്റ് കംസ് ആൻഡ് ടെൽസ് യു, ദൈവം എന്നെ കാണിച്ചു തന്നു, ബ്രദറിന് 2 വർഷമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹൗ ഡു യു കൗണ്ടർ ദാറ്റ്? വിത്ത് ലോങ് ലൈഫ് ഹി ഷാൽ സാറ്റിസ്ഫൈ മീ. വേർഡ് ഓഫ് ഗോഡ് ഈസ് പ്രോമിനൻറ്റ് ഓവർ ദ. ഹെസക്കിയാന്റെ ജീവിതത്തിൽ എന്താ? ഒരു പ്രവാചകനല്ല വന്നത് അല്ല. he prayed, he found out the word and he said, അല്ല, and so there is something superior over there waiting for you. That's why God says much more than you could think or imagine. നമ്മളൊരു അനുഗ്രഹത്തിന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത് അല്ലേ? എവിടെയൊക്കെ നമ്മൾ പോകുന്നു, ആരിനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Amen. More than that, blessed are those who hear the word of God and keep it. അല്ല, നമ്മൾ ഡെലിജൻ്റ് ആയിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കണം, അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. We are blessed. There is nothing more that we need. ആ എണ്ണ അവിടെ തന്നെ ഉണ്ട് അല്ലേ? ആ വഴി അവിടെ തന്നെ ഉണ്ട്. So the word of God prepares us. അല്ല, it prepares us. It അണ്ടർസ്റ്റാൻഡിങ് തരും. ഈ എണ്ണയുടെ കപ്പാസിറ്റി എന്താണ് അല്ലേ? എനിക്ക് കുറച്ച് എണ്ണയുള്ളൂ, എനിക്ക് കുറച്ച് പണമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുക അല്ലേ? സോ that oil will only multiply when you pour out over there. When you pour out over there. When you pour out, do you understand? You're pouring and pouring and pouring and it is not finishing. Breaks every natural law. അല്ലേ? കൂടിക്കഴിഞ്ഞ അത്. സോ അല്ല, മിനിസ്ട്രി ഈസ് എൻ ഓപ്പർച്യൂണിറ്റി വെൻ യു പോർ ഔട്ട്. അതിനെക്കുറിച്ച് ദൈവം എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് 100-fold. It will be multiplied 100-fold. പത്രോസ് കുറച്ച് റെസ്ലെസ് ആയി. എനിക്ക് ഇപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ അല്ലേ? വെയിറ്റ് അല്ലേ? അത്രേ ഉള്ളൂ.
it will be returned 100-fold. But what if you happens if you don't pour out? If you പ്രവാചകനാണ് ആ ഡെറ്റ് കയറ്റിക്കൊണ്ടിരുന്നത്. ആ എണ്ണ ആ സമയം, ഐ ബിലീവ് ദാറ്റ് എണ്ണ വാസ് ദെയർ വെൻ ദാറ്റ് പ്രോഫിറ്റ് വാസ് ദെയർ. Men of God are poor because they don't pour out. Men of God are poor. Because they don't pour out. അല്ലേ? സോ അല്ല, അതൊരു ഡിവൈൻ റെവലേഷനാണ്. യു പ്രേ അബൌട്ട് ഇറ്റ്, യു പ്രേ അബൌട്ട് ഇറ്റ്. ഹൗ ഡു യു ഡു ദാറ്റ്? ഹൗ ഡു യു അപ്രോച്ച് ഇറ്റ്? ബിക്കോസ് വേർഡ് ഓഫ് ഗോഡ് നമ്മൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ യു നീഡ് ഫെയ്ത്ത്. ഹല്ലേലൂയ. അല്ലേ? മുട്ടുവേദനയാണ്, അല്ലേ? ഇറ്റ് ഈസ് you have to speak it out. You know that word, but 90% won't even speak out that. Forget about it. They will speak 2 times and they'll forget it. Till you make that contact. രക്തപ്രവാഹമുള്ള സ്ത്രീ എപ്പം വരെ അത് പറഞ്ഞത്? അല്ലേ? when she actually touched it. പക്ഷേ ആ സമയം വരെ നമ്മൾ ഓർക്കുന്ന ആ വചനം വ്യർത്ഥമായി പോവുകയാണോ? അല്ല, അത് ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വേർഡ് ഈസ് നോട്ട് ഗോയിങ്. നൗ ഷീ നോസ്. ഇവിടെ രണ്ട് അല്ലേ, ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പാണ് ഒരു അപ്പച്ചൻ വന്ന് പറയുന്നത്, അപ്പച്ചനെ നോക്കൂ, അപ്പച്ചൻ അവിടെ വന്ന് പറയുന്നത് എങ്ങോട്ടാ? അല്ല, യേശു എങ്ങാണ്ട് വന്നിട്ടുണ്ടല്ലോ, ആ കറക്റ്റാ വഴിയിൽ ഒരു അപ്പച്ചൻ വന്ന് നിൽപ്പുണ്ടോ, ആ അത് ഈ റോഡ് എടുത്തേച്ചാൽ മതി, അങ്ങോട്ട് പോയേച്ചാൽ മതി. So God will lead you to that direction. God will lead you to that people. God will lead you to that work. God will lead you to that breakthrough. Over there. നമ്മൾ ആ വചനം വിടല്, ആ വചനം വിടല്. മൂവ് ഫോർവേഡ്. പറ, മൂവ് ഫോർവേഡ്. അത്രേ ഉള്ളൂ. മൂവ് ഫോർവേഡ് ഇൻ യുവർ ഫെയ്ത്ത്. പുറകിലോട്ട് പോകല്ലോ. Never go back. Move forward. അല്ലേ? പത്രോസിനറിയാം, he has to move forward. He has to move forward. He kept moving forward. Even if you stumble, God will pick you up. But make sure that you are moving forward. But I am more blessed. Hallelujah.